2024 50 നോമ്പിനോടനുബന്ധിച്ച് ഇപ്രകാരം ക്രമീകരിച്ചിരിക്കുന്ന ഓൺലൈൻ ലെൻഡൻ മെഡിറ്റേഷൻ സീരീസിൻ്റെ ഭാഗമാകുവാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. കുറിവാക്യമായി 12-ാമത്തെ വാക്യം എടുക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നരുളി ചെയ്തിരിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഇന്നത്തെ ധ്യാനത്തിന് ഞാൻ ചിന്താവിഷയമായി നൽകിയിരിക്കുന്നത് പരീക്ഷകളിന്മേൽ അധികാരമുള്ള ക്രിസ്തു. പരീക്ഷകളിന്മേൽ അധികാരമുള്ള ക്രിസ്തു. നോമ്പിൻ്റെ 44 നാൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ഇന്നേ ദിവസം യേശു കർത്താവ് സാത്താന്യ പരീക്ഷകളെ തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ ജയിച്ച് പരീക്ഷകളെ അതിജീവിക്കുന്ന സുന്ദരമായ ദർശനം വേദഭാഗത്ത് നാം കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭകാലത്ത് നാം ഈ സാത്താന്യ പരീക്ഷയെ കാണുന്നുവെങ്കിൽ പരസ്യ ശുശ്രൂഷയുടെ അവസാന കാലത്ത് ക്രൂശുമരണവും അതിനു മുൻപുള്ള പീഡാസഹനങ്ങളും നിറഞ്ഞ അനുഭവത്തെ യേശു നേരിടുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. സാധാരണയായി പരീക്ഷകളോടുള്ള നമ്മുടെ സമീപനം ഭയത്തോടായിരിക്കും. കാരണം അവയെ നേരിടാനുള്ള മനസാന്നിധ്യവും ആത്മബലവും ഇല്ല എന്നുള്ള സ്വയബോധമാണ്. പക്ഷേ ദൈവത്തിൽ ശരണപ്പെടുന്ന ഓരോ വിശ്വാസിക്കും ജീവിതത്തിലെ ചില ഘട്ടങ്ങളിലെ പരീക്ഷകൾ അത് ത്യാഗമോ പ്രിയപ്പെട്ടവരുടെ മരണമോ സാമ്പത്തിക തകർച്ചയോ എന്തുമാകാം. എന്നാൽ അവയെ നേരിടാൻ ദൈവം കരുത്തും കൃപയും തരുമെന്ന വിശ്വാസം ഉള്ളിലുണ്ടാകും. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 18 ഇപ്രകാരം കാണുന്നു: താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ഇവിടെ യേശു കർത്താവ് തൻ്റെ ജീവിതത്തിൽ നേരിട്ട സഹനങ്ങളിലൂടെ വിജയം നേടിയത് നിമിത്തം തനിക്ക് ശേഷമുള്ള ജീവിതങ്ങൾക്ക് സഹായവും ശക്തിയും നൽകുവാൻ യേശു മതിയായവനെന്ന ചിന്ത ലഭ്യമാകുന്നു. ഹഡ്സൺ ടൈലർ എന്ന ബ്രിട്ടീഷ് മിഷണറി ഇപ്രകാരം പറയുന്നു: നാം ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയാൽ നമുക്ക് ജീവിതത്തിൽ കരുത്തുറ്റ അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവങ്ങൾ ജീവിതത്തിലെ പരീക്ഷണ കാലഘട്ടങ്ങളിലെ അതിജീവിക്കുവാൻ സഹായിക്കും. പ്രസ്തുത വേദഭാഗത്ത് യേശു വിശപ്പിൻ്റെ മധ്യത്തിലും തളരാതെ പതറാതെ പരീക്ഷയെ സമർത്ഥമായി നേരിട്ടു. ഇവിടെ വിശപ്പിനും ആഹാരത്തിനും അപ്പുറമായി സാത്താന്യ പരീക്ഷയെ നേരിടുവാനുള്ള ആവശ്യബോധമാണ് യേശുവിൽ വിളങ്ങിയത്. ഇവിടെ സാത്താൻ്റെ കോംപ്രമൈസിനോട് വഴങ്ങുന്നില്ല. നൈമിഷിക സുഖങ്ങൾ സാത്താൻ ഓഫർ ചെയ്യുമ്പോൾ അത് ഓരോന്നായി യേശുവിൻ്റെ മുൻപാകെ ഉടഞ്ഞു പോകുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, നോമ്പുകാലം വർജനങ്ങളുടെ കാലം മാത്രമല്ല, വചന ധ്യാനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും നമ്മിലുള്ള ആത്മബലം വർദ്ധിപ്പിക്കുന്ന അവസരം കൂടിയാണ്. നമ്മുടെ ജീവിതം, പ്രവൃത്തി എന്നിവ ദൈവഹിതാനുസരണമാകട്ടെ. നമുക്ക് ചുറ്റും വിവിധങ്ങളായ ജീവിത പരീക്ഷകളാൽ നീറുന്ന മനസ്സുമായി ജീവിക്കുന്ന ജീവിതങ്ങളോടുള്ള അൻപ് ഗുണപരമായി പ്രവർത്തിക്കുമ്പോൾ ദൈവം ഈ നോമ്പുകാലത്ത് നമ്മെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരീക്ഷകളെ അതിജീവിച്ച ഞങ്ങളുടെ രക്ഷകനായ യേശുവേ, നിനക്ക് സ്തുതി. അവിടുന്ന് പരീക്ഷകളെ ജയിച്ച വഴി എത്രയോ ശ്രേഷ്ഠകരമാകിയാൽ സ്തോത്രം. പരീക്ഷകളിൽ തകരാതെ രക്ഷയുടെ സന്തോഷകരമായ അനുഭവങ്ങളിലേക്കുള്ള ചവിട്ടുപടികളായി കണ്ട് അവയെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.